ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചക്കയട ഉണ്ടാക്കാം. ചക്കയും കൂരകമൊക്കെ വെച്ചിട്ടുള്ളൊരു അടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ആദ്യം നമുക്ക് കൂരകം ഒന്ന് കുറുക്കിയെടുക്കാം. കുറച്ച് കൂരകം എടുത്ത് നമുക്കൊന്ന് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കിയില്ലേ, അതുപോലെ ഒന്ന് കുറുക്ക് രൂപത്തിലൊന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കൂരകം അതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബോൾ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് കുറേശ്ശെ കൂരകപ്പൊടി ഇട്ട് ആവശ്യാനുസരണം നമ്മുടെ കയ്യിൽ ഒട്ടി വരുന്ന പരുവം അങ്ങ് മാറണം. അതിനനുസരിച്ച് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ തന്നെ ചൂടായതുകൊണ്ടാണ് ഞാൻ തവ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരുവത്തിൽ നമുക്കത് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ ബോളുകളാക്കാം. ഫില്ലിങ്ങിന് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയും ചക്ക വരട്ടിയുമാണ്. അതിൽ ഞാൻ ഒരു നുള്ള ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ആ ബോൾ ഇലയിലേക്ക് വെച്ചിട്ട് നമ്മൾക്ക് അതിന് മുകളിലായിട്ട് ഇല ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കയ്യിലെങ്ങും തന്നെ പറ്റുകയില്ല. നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാനും തിന്നായിരിക്കും, വളരെ തിന്നായിരിക്കും. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിന്നായിട്ട് നന്നായിട്ട് പരത്തി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്ക വരട്ടിയ മിക്സും തേങ്ങയും കൂടെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഈ ഫില്ലിങ് ഞാൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. പകുതി സ്ഥലത്ത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതിയായിരുന്നു. ഇത് വീഡിയോയ്ക്കായിട്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. ഞാൻ എല്ലാ ബോളുകളും നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. ഒരു 10 മിനിറ്റ് മതിയാകും. വളരെ തിന്നായതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. നോക്കി, നമ്മുടെ അട ഇവിടെ റെഡിയാണ്. നോക്കി, നമ്മുടെ അട ഇവിടെ റെഡിയാണ്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. ഹസ്ബൻഡ് കുളിക്കാൻ പോയ ഹസ്ബൻഡിനെ വിളിച്ചിട്ടാണ് ഒന്ന് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചത്. നല്ല ചോക്ലേറ്റ് നിറത്തിലൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.